ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ചില പാർട്ടികളിൽ ഉണ്ടാകുന്ന ഉൾപാർട്ടി പിണക്കങ്ങളെക്കുറിച്ചാണ്. ചില വ്യക്തികൾ അവർ ഏതെങ്കിലും പാർട്ടിയുടെ തലപ്പത്ത് ഇരിക്കുന്നവരായിരിക്കും. അത് വളരെ ബുദ്ധിമുട്ടിയാണ് ഇവർ ആ സ്ഥാനത്തിൽ എത്തുന്നതെന്ന് ചില നിമിഷങ്ങൾ ഇവർ വിസ്മരിക്കപ്പെടുന്നു. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ചിന്താഗതി അദ്ദേഹം വിശ്വസിക്കുന്ന ആ പാർട്ടിയുടെ ചിന്താഗതിയുമായി വളരെ വ്യത്യസ്തമായി തോന്നിയേക്കാം. അവരുടെ ചിന്താഗതിയിൽ വെറുപ്പ് തോന്നിയിരിക്കാം, മടുപ്പ് തോന്നിയിരിക്കാം, പലതും സംഭവിക്കാം. എന്നാൽ ഒരുവിധം ഒരു ഉയർന്ന നിലയിൽ ഇരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ അദ്ദേഹത്തിനുണ്ടായ തോന്നലുകൾ മറ്റൊരു പാർട്ടി സുഹൃത്തിനോട് സംസാരിക്കുന്നത് ഫോണിലാണെങ്കിൽ അതൊട്ടും ഒരു നല്ലൊരു കാര്യമല്ല. കാരണം ഏതൊരു വ്യക്തി മറ്റൊരാളെ വിശ്വസിച്ച് ഒരു സംസാരം ഫോണിൽ കൂടെ ഉണ്ടായാൽ ആ നിമിഷം കൊണ്ട് മറ്റു പലരിലും അത് എത്തിക്കാൻ സാധിക്കും. കാരണം ഒന്ന് സംസാരിക്കുമ്പോൾ അത് ഓൾറെഡി റെക്കോർഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില വ്യക്തികൾ ഒരുമാതിരി ഒരു കുശാർദ്ധ ബുദ്ധിയുള്ളവർ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അതിപ്പോൾ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് അതൊരുപയോഗമായിരിക്കും, അവരുപയോഗിക്കും. ഒരു പാർട്ടിയിൽ വിശ്വസിച്ച് ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ആ പാർട്ടിയുമായി എന്തെങ്കിലും വെറുപ്പ് തോന്നിയാൽ പിന്നെ ഈ ഫോൺ സംഭാഷണമൊന്നുമില്ല, നേരെ അതിൻ്റെ മെയിൻ ആൾക്കാരോട് പറഞ്ഞ് ഞാനിവിടെ നിന്ന് പിരിയുന്നു, സോറി, ഇനി എനിക്ക് ഈ പാർട്ടിയുമായി തുടർന്നു പോകാൻ താല്പര്യക്കുറവാണെന്ന് അന്തസ്സായി നെഞ്ചിൽ നെളിച്ച് വിട പറഞ്ഞ് ഒരു സലാമും പറഞ്ഞു പോവുക. അങ്ങനെ പോകുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ സാധിക്കും. അവരെ സ്വീകരിക്കാൻ ഏതെങ്കിലും പാർട്ടിക്കാർ കാണും. കാരണം ഇങ്ങനെ ഈ ചാടി വരുന്നവരെ പിടിക്കാൻ ചില പാർട്ടിക്കാരുണ്ട്. ഈ ചാടി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരൊരുമാതിരി കോമാളി വേഷം കെട്ടിപ്പിക്കുന്ന സ്ഥലത്തായിരിക്കും ഇവർ ചെന്നെത്തുക. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കും. എനിവേ, കേരളത്തിൽ കണ്ടുവരുന്ന പല ഇതാണ് ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കുക. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും അതൊന്നും ഒരു കണക്കിലെടുക്കാതെ ആ ഒരു ചില നിമിഷങ്ങൾ ഒരു സുപ്രധാന നിമിഷങ്ങളിൽ ഉണ്ടായിപ്പോകുന്ന ചില തോന്നലുകളാണ്. അത് ആരോടെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കും. അത് ആരോടെങ്കിലും പറയുന്നത് ഏതെങ്കിലും ഒരു വിശ്വസ്തതയുള്ള ആളോടായിരിക്കും. എന്നാൽ അദ്ദേഹം അതിനെ നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ നോക്കും. പിന്നെ സംഭവിക്കുന്നതെല്ലാം അപ്രതീക്ഷിതമായിരിക്കും. ഇത് സാധാരണ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. എന്തായിരുന്നാലും ഈ പാർട്ടി പരിപാടിയുമായി നടക്കുന്ന ലീഡേഴ്സിനോടും പ്രവർത്തകരോടും പറയാനുള്ളത്, നിങ്ങളൊരു പാർട്ടിയെ വിശ്വസിച്ച് അതിൽ വിശ്വസ്തത കുറയുന്നത്, വിശ്വാസം ഇല്ലാത്തൊരു സ്റ്റേജ് വന്നാൽ അപ്പം തന്നെ നിങ്ങൾ അവിടെ നിന്ന് വിടുക. പിന്നെ എൻ്റെ ഉള്ളിലിരുന്ന് എന്തെങ്കിലും ഫോണിൽ കൂടിയോ മറ്റാരോടെയൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലാതെ നിങ്ങളെ തന്നെ വില കുറച്ച് കാണുന്ന ഒരു സാഹചര്യം നിങ്ങൾ തന്നെ സൃഷ്ടിക്കുകയാണ്. അത് നിങ്ങൾക്ക് എഗൻസ്റ്റായിട്ട് മാറും. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഒരു വ്യക്തികളുടെയും പേര് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ
ചില ദിവസങ്ങളിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിതനായത്. എന്തായിരുന്നാലും ഏതൊരു പാർട്ടിയും ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ആവണമെന്നില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഇതിൽ പലരും വരും, പലരും പോകും. അത് സർവ്വസാധാരണം. അതൊരു പാർട്ടിയിലല്ല, എല്ലാ പാർട്ടികളും, ചെറിയ പാർട്ടിയായിരുന്നാലും വലിയ പാർട്ടിയായിരുന്നാലും. സോ ഇനിയെങ്കിലും ഏതെങ്കിലും പാർട്ടി ലീഡേഴ്സ് അവർ ഉള്ള പ്രസൻറ്റ് പാർട്ടി എല്ലാ സ്ഥാനമാനങ്ങളും ലഭ്യമായ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയെ അധിക്ഷേപിച്ച് വീണ്ടും ആ പാർട്ടിയിൽ തന്നെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അധിക്ഷേപിക്കുന്നതിൽ എത്രയോ നല്ലതാണ് ആ പാർട്ടിയുമായി വിട പറയുക. ഇനി അധിക്ഷേപിക്കണമെങ്കിൽ അതിന് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു അധിക്ഷേപം നടത്തണമെങ്കിൽ അത് സീനിയർ മെമ്പേഴ്സുമായിട്ട് കണ്ട് വ്യക്തമായി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ടായിരിക്കണം ഈ പരസ്യമായിട്ടുള്ള പ്രസ്താവനകളും ഒക്കെ നടത്തേണ്ടത്. സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു മീഡിയ ഓരോ വ്യക്തികളെ അങ്ങനെ അവരുടെ ഫോക്കസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും എന്ത് നല്ല വരുന്നു, എന്ത് അബദ്ധങ്ങൾ ഉണ്ടാകുന്നു, അതിനെല്ലാം ഹൈലൈറ്റ് ചെയ്ത് അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ചായം പൂശി ഈ സോഷ്യൽ മീഡിയയിൽ പടച്ചു വിടുന്ന ഞാനടക്കമുള്ള ആൾക്കാർ എന്ന് തന്നെ പറയും. ഞാൻ ഐ എം നോട്ട് ഒരു വ്യത്യസ്തനെന്ന് പറയില്ല. ചില സമയത്തിൽ എൻ്റെ പ്രസ്താവനയും എൻ്റെ വീഡിയോകളും അത് നേരാകണമെന്നില്ല. സോ കഴിയുന്നതും ശ്രദ്ധിച്ച് നമ്മുടെ പ്രസ്താവനകൾ ഇറക്കിയാൽ നമ്മുടെ വ്യക്തിത്വം നമുക്കെല്ലാവരുടെ മുന്നിലും നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏത് പാർട്ടി പ്രവർത്തകനും അവർ വിശ്വസിക്കുന്ന, അവർ പ്രവർത്തിക്കുന്ന ആ പാർട്ടിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നെങ്കിൽ നല്ല രീതിയിൽ വിട പറയുക. അതായിരിക്കും ഒരു നല്ലൊരു പ്രവർത്തകൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.